യുദ്ധം ഇസ്രായേലും ഹമാസും എന്നുള്ളത് മാറിയിട്ട് ഇപ്പോൾ ഹിസ്ബുള്ളയായിട്ടാണ് ഇസ്രായേലിൻ്റെ പോരാട്ടം. നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ ചില മാധ്യമങ്ങളൊക്കെ വായിക്കുമ്പോൾ ഹിസ്ബുള്ള ഇസ്രായേലിനെ തകർത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിൽ നമ്മൾ വാർത്തകൾ കാണുന്നുണ്ട്. തിരിച്ച് ഇസ്രായേൽ ഹിസ്ബുള്ളയെ അറ്റാക്ക് ചെയ്യുന്നതും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അല്ല, ഇതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതൊരു പ്ലാൻ്റെ ഭാഗമാണ്. ഇറാൻ ഹിസ്ബുള്ളനെ വെച്ചാണ് ഇറാൻ്റെ കളി മൊത്തം. ഇത് ലെബനൻ ബേസ്ഡാണ്. ലെബനൻ്റെ ഒരു പ്രശ്നം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ ഭയങ്കര സിവിൽ വാർ നടന്ന സ്ഥലമാണ്. അവിടെ ഒരു കാലത്ത് ക്രിസ്ത്യാനികളായിരുന്നു, പിന്നെ മുസ്ലിംസിൻ്റെ എണ്ണം കൂടി, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒരുമിച്ചായി. ഇപ്പോൾ ഏതാണ്ട് മുസ്ലിം രാജ്യം എന്ന പോലെയാണ് ആ രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി. അപ്പം അവിടെ ഈ പറയുന്നതിൻ്റെ പോലെ ഒരു ഇസ്ലാമിക് മിലിഷ്യൻ്റെ ആവശ്യം അവിടെ ലോക്കൽ മുസ്ലിംസിനുണ്ട്. അതാണ് ഹിസ്ബുള്ള. അത് ഇറാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഷിയ ഇറാൻ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. അപ്പം ഇറാൻ ഇവരെ ഉപയോഗിക്കുന്ന ഒരു പ്രോക്സി ആയിട്ടാണ്. ഇവർ യുദ്ധം ചെയ്യുന്നു. ഇറാന് നേരിട്ട് ചെയ്യാൻ പറ്റാത്ത യുദ്ധങ്ങളും കാര്യങ്ങളും ഇവരെ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പോൾ ഇറാൻ ഇപ്പോൾ ഇസ്രായേലിനെ തല്ലാനുള്ള ധൈര്യമല്ല, ഡയലോഗ് മാത്രമേ ഉള്ളൂ, പൊപ്പകാരൻ്റെ മെഷീൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. തല്ലിക്കഴിഞ്ഞാൽ തീർന്നു. അപ്പോൾ അതിന് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹിസ്ബുള്ളനെ ഉപയോഗിക്കുന്നു എന്നുള്ള. ഹിസ്ബുള്ളൻ്റെ ഭേദപ്പെട്ട ആയുധങ്ങളൊക്കെ ഉണ്ടാവും. അത് ഇസ്രായേലിൽ ഇപ്പോൾ രണ്ടാളൊക്കെ മരിക്കുമെന്നല്ല, അതിൽ കൂടുതലൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലെബനനിലെ ഹിസ്ബുള്ള അവിടെ വേണം. എങ്കിലാണ് ഇവർക്ക് എന്തെങ്കിലും കാര്യം വന്ന് ലെബനൻ കീഴടക്കമുള്ളൂ. ഇവരെല്ലാതെ പ്ലാൻ്റെ ഭാഗമാണല്ലോ ലെബനൻ. അങ്ങനെ വരുന്ന സമയത്ത് അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, പകുതിയോളം ക്രിസ്ത്യൻസ് ഉണ്ട്. അതിൽ കുറേയൊക്കെ കൺവേർട്ടഡായ ഉള്ളിൽ ക്രിസ്ത്യാനി ജീസസിനെ വെച്ച് നടക്കുന്ന ആളുകളായിരിക്കും. അവരെന്ത് ചെയ്യുന്നത് ഇസ്രായേലിനെ ഒരു ഒരു ഘട്ടം വരുമ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സെക്യുലറിസം ഡെമോക്രസി പ്ലൂരലിസം എന്നൊക്കെ പറഞ്ഞാൽ അതിനനുസരിച്ച് എല്ലാവരും കാണണ്ടേ. അതിൻ്റെ ഇടയിൽ കയറി നമ്മളുടെ ആളുകളെ എണ്ണം കൂട്ടാൻ നോക്കിയാൽ മറ്റൊരാൾ കൂറ് കാണിക്കും. അപ്പം ഇങ്ങനെ പ്രോബ്ലം ഇവിടെയുള്ള ഈ സിറിയൻ ക്രിസ്ത്യാനികളെന്ന വിഭാഗം ഉണ്ടല്ലോ, ഇവർ തന്നെ ബേസിക്കലി സിറിയ അന്ത്യോക്യാണല്ലോ ഇവിടെ ആസ്ഥാനം. ഇവരെ അവിടുന്ന് ഈ പടയോട്ട കാലഘട്ടത്തിൽ അവിടുന്ന് തുരത്തിയതാണ്. അങ്ങനെയൊക്കെയാണ് അവരിവിടെ എത്തുന്നത് പല ഘട്ടങ്ങളിലായിട്ട്. പക്ഷെ അവരുടെ ചീഫ് അവിടെ തന്നെയായിരുന്നു. അയാൾ അവിടെ നിൽക്കാൻ സമ്മതിച്ചു. കാരണം ഇവർ വലിയ ഇൻ്റർനാഷണൽ ട്രേഡിങ് കമ്മ്യൂണിറ്റിയാണെന്ന്. അപ്പോൾ ഇവരുടെ ട്രേഡ് ലിങ്ക്സ് എല്ലാവർക്കും വേണം. അപ്പോൾ അതുകൊണ്ട് പക്ഷേ ജൂതന്മാരുടെ കാര്യത്തിൽ ജൂതന്മാരുടെ ട്രേഡ് ലിങ്ക്സ് ക്രിസ്ത്യൻ രാജ്യങ്ങൾ വേണ്ട വിധത്തിൽ ഉപയോഗിച്ചില്ല. അത് മുസ്ലിം രാജ്യങ്ങൾ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡേഴ്സാണ്. അതാണ് ഇവരുടെ ഗുണം. സിറിയൻസ് ആണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് ഫിനീഷ്യൻസ് എന്ന് പറഞ്ഞ വലിയ ട്രേഡേഴ്സ് ഉണ്ട്. അവരാണ് ലെബനൻസ് ബേസിക്കലി. ഇവർ ഇൻ്റർനാഷണൽ ട്രേഡേഴ്സാണ്. ഇനി മെഡിറ്ററേനിയൻ തീരത്തായതുകൊണ്ട് അന്ന് അറിയപ്പെടുന്ന ലോകം എന്ന് വെച്ചാൽ ഏഷ്യ, യൂറോപ്പ് ആൻഡ് ആഫ്രിക്കയാണ്. അതിൽ ഏറ്റവും ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഏഷ്യയാണ്. എല്ലാ പ്രധാനപ്പെട്ടുള്ള സാമ്രാജ്യങ്ങളും ഏഷ്യയിലാണ്. അപ്പോൾ നിങ്ങൾ മധ്യ മുഗൾസ്, സസാനിഡ്സ്, ഇറാൻ, ഓട്ടോമൻസ്, ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ സിവിലൈസേഷനും ഉള്ളത് ഇവിടെയാണ് കച്ചവടം. പിന്നെ ആഫ്രിക്കൻ തീരങ്ങൾ ഇഷ്ടംപോലെ റിസോഴ്സസ് ഉണ്ട്. ആഫ്രിക്ക ഒന്ന് വേണ്ട എക്സ്പ്ലോർ ചെയ്യപ്പെട്ടില്ല. സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സിവിലൈസേഷൻസ് കാര്യമായിട്ട് ഉണ്ടായിരുന്നത് പിന്നെ ഈജിപ്തിൽ ഫാത്തിമദ് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം യൂറോപ്പ് എന്ന് വെച്ചാൽ വളരെ പിന്നോക്കാവസ്ഥയിലുള്ള സന്ദർഭമാണ്. യൂറോപ്പ് വളരെ പിന്നോക്കാവസ്ഥയിലാണ്. അപ്പം പിന്നെ അവർക്ക് വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടായെന്ന് വെച്ചാൽ ഈ ഓട്ടോമൻസ് ടർക്സുകാരനാണ്. ഓട്ടോമൻ ടർക്സ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ചോട് കൂടിയിട്ട് ഇവർക്ക് അവിടെ ജീവിക്കണം കുരുമുളക് വേണം. കാരണം ഇവർ തണുപ്പ് കാലം വരുമ്പോൾ അവിടെയുള്ള ഈ കാറ്റിലിനെയൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മൊത്തം സ്ലോട്ടർ ചെയ്യും. എന്നിട്ട് അതിൻ്റെ ഇറച്ചി ഉപയോഗിച്ചിട്ടാണ് ഇവർ ഭയങ്കര അതിശൈത്യത്തോടൊപ്പം ജീവിക്കുക. അത് പ്രിസർവ് ചെയ്ത് അന്ന് കുരുമുളകേ ഉള്ളൂ. അപ്പോൾ കുരുമുളക് കിട്ടാതായ സമയത്ത് ഒരു ഏഷ്യയിലേക്ക് പുതിയ ഒരു വഴി കണ്ടെത്തേണ്ടി വന്നു, ഇവന്മാരെ ഡിപ്പെൻഡ് ചെയ്യാതെ. ഇന്ത്യയിലാണല്ലോ ഇന്ത്യ കേരളമാണ്. കേരളത്തിലാണ് കുരുമുളക് കിട്ടുന്നത്. അപ്പം അങ്ങനെയാണ് വാസ്കോഡ ഗാമൻ്റെയൊക്കെ എക്സ്കവേഷൻസ് തുടങ്ങി. അങ്ങനെ ഇവിടെ കോളനി ആ സ്പേസ് ട്രേഡിലൂടെ പിന്നെ അറബികളെ തോൽപ്പിച്ച് സ്പേസ് ട്രേഡ് ഇവർ സ്വന്തമായി. അന്ന് സിറിയൻ ക്രിസ്ത്യാനികൾ ഞങ്ങളെ രക്ഷിക്കണം, ഞങ്ങൾ ഉപദ്രവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കൊല്ലത്തെ സിറിയൻ ക്രിസ്ത്യാനികൾ പിന്നെ പോർച്ചുഗീസുകാർക്ക് കത്തൊക്കെ എഴുതിയിട്ടുണ്ട്. കത്ത് അതിൻ്റെയൊക്കെ റെഫറൻസ് ഇപ്പോഴും ഉണ്ട്. ഞാനിടയ്ക്ക് കോഴിക്കോട് ലാറ്റിൻ ചർച്ച് ഉണ്ട്, സെൻറ്റ് ജോസഫ് ചർച്ച്. എവിടെ? പോർച്ചുഗീസുകാരുണ്ടാക്കിയതാണ്, ഗാമ കോഴിക്കോട്. സെൻറ്റ് ജോസഫ് സ്കൂൾ ഭയങ്കര ഫേമസ് ആണ്. കോഴിക്കോട് സ്കൂളുകളിലൊന്നാണ്. ആ ബീച്ചിനോട് ചേർന്ന് മുസ്ലിം ഏരിയൻ്റെ തൊട്ടടുത്താണ്. പോർച്ചുഗീസുകാരുണ്ടാക്കി, എനിക്ക് തോന്നുന്നു ഈ വാസ്കോ ഡ ഗാമ ഉണ്ടാക്കിയ ചർച്ചാന്ന് തോന്നുന്നത്. അപ്പോൾ ഞാനിടയ്ക്ക് എൻ്റെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അവിടെ പോയിരുന്നു. അപ്പോൾ അവിടുത്തെ സുവനീറിൽ കണ്ടു ഇങ്ങനെ നിങ്ങളുടെ കൊല്ലത്തുള്ള സിറിയൻ ക്രിസ്ത്യൻസ് പോർച്ചുഗീസുകാർ കത്തിയിരുന്നു, ഞങ്ങളെ സഹായിക്കണം, രക്ഷിക്കണം. അങ്ങനെയാണ് ഇവരും പോർച്ചുഗീസായിട്ട് ബന്ധം വരുന്നത്. അതിൽ കുറേ ആളുകൾ പോർച്ചുഗീസുകാരുടെ കൂടി സിറിയൻ കത്തോലിക്കരായി. അതിനെതിരെ നിന്ന ആളുകൾ ഇപ്പോൾ യാക്കോബായ, മാർത്തോമി, ഓർത്തഡോക്സ് ചെയ്യുന്നു.
അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട ട്രേഡ് സെൻറ്റർ ആയിരുന്നു ലെബനൻ. അവിടെ പിന്നെ ആധുനിക കാലഘട്ടം വന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞ മതം എന്നുള്ള വൈരത്തിൻ്റെ കാരണമായി മാറി. അങ്ങനെ അവിടെ ഇപ്പം നടക്കുന്നത് എന്ന് വെച്ചാൽ ഹിസ്ബുള്ളനെ ഉപയോഗിച്ചുകൊണ്ട് ഇൻറ്റേർണലി എക്സ്റ്റേണലി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് അവിടെ ഇസ്ലാമിസ്റ്റുകളും അതേപോലെ തന്നെ ഇറാനും നടത്തിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ ഇറാൻ്റെ ഒരു മാസ്റ്റർ മൈൻഡാണ്. ഇസ്രായേൽ വളരെ ഹാപ്പിയാണ് ഇതിൽ. ഒന്നും അടിച്ചോളൂ തന്നെടുക്കുക. ഇസ്രായേൽ കാരണം കിട്ടാൻ കാത്തിക്കായിരുന്നു. അപ്പോൾ കാരണം കിട്ടിയവർക്ക് അവർ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അധികം കഴിയാതെ അവർ ഇത് പിടിച്ചെടുക്കും, ലെബനൻ പിടിച്ചെടുക്കും. ലെബനൻ കണ്ടിന്യൂസ് വാർഫെയറാണ്. 15 വർഷം കൂടുമ്പോൾ എന്ത് തന്നെയാണ് വലിയ യുദ്ധമൊക്കെ നശിപ്പിച്ചു കളയും. ഇവർക്ക് ഇവർ എല്ലാ യുദ്ധത്തിലും തോറ്റതാണ്. എല്ലാ യുദ്ധത്തിലും ഇസ്രായേലിനോട് തോറ്റതാണ്. പിന്നെയും യുദ്ധം ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ആ രാജ്യത്തുള്ള ആളുകളുടെ താല്പര്യമല്ല യുദ്ധം. ഞാനിപ്പോൾ ലെബനനിലുള്ള സിനിമകളെ കണ്ടില്ല. രാജ്യത്തെ ഇവിടെ ഫിലിം ഫെസ്റ്റിവലിന് ലെബനീസ് സിനിമകൾ വരുമായിരുന്നു. അപ്പോൾ ലെബനീസ് ഫ്രഞ്ച് പ്രൊജക്റ്റുകൾ, ഫ്രഞ്ച് കോളനി ആയിരുന്നു അല്ലാതെ. ഒരു പല നമ്മൾ ഗൾഫ് പോകുമ്പോൾ അവർ ഫ്രാൻസിലേക്കാണ് പോവുക. അപ്പം ആ പടത്തിലൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മുസ്ലിം പയ്യൻ ക്രിസ്ത്യൻ ലേഡി, പിന്നെ മുസ്ലിം പയ്യൻ മുസ്ലിമിനെ കല്യാണം കഴിക്കുന്നു, പിന്നെയും മുസ്ലിം പയ്യൻ പിന്നെയും ഈ ലേഡീൻ്റെ അടുത്ത് ക്രിസ്ത്യൻ പെണ്ണ് നീ കല്യാണം കഴിച്ചാൽ ഇനി എൻ്റെ അടുത്ത് വേണ്ട, ആ സ്ത്രീ എന്നോടും അവളോടും ചെയ്യുന്നത് തെറ്റെന്ന് ഭയങ്കര ആ ഒരു അങ്ങനെയുള്ളൊരു മ്യൂസിക് ബേസ്ഡ് സ്റ്റോറിയാണത്. അപ്പം അതിൽ ഈ ക്യാരക്ടേഴ്സൊക്കെ യുദ്ധത്തിന് അവരെതിരാണ്. അവർ ലെബനീസാണ്. ഹിസ്ബുള്ള എന്ന് വെച്ചാൽ ലെബനൻകാർ ഹിസ്ബുള്ളയിൽ ഉണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഹിസ്ബുള്ളൻകാർ അവരുടെ മൈൻഡ് എന്ന് വെച്ചാൽ ഇസ്ലാമിസ്റ്റ് മൈൻഡ് സെറ്റാണ്. ഇറ്റ് ഈസ് സ്പോൺസർഡ് ബൈ ഇറാൻ. So and they are Iran's proxies. And they are waging the war basically for Iran and secondly for Islam, not for that particular nation called Lebanon. അതാണ് അതിൻ്റെ ഒരു കാര്യം. ലെബനന് വേണ്ടിയിട്ടല്ലേ യുദ്ധം. ഇതൊന്ന് ഇറാന് വേണ്ടിയാണ്, രണ്ട് ഇസ്ലാമിന് വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ അതിൽ ഹാപ്പിയാണ്. ഇസ്രായേൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവണം, എന്നാലേ കയ്യിരിക്കുന്ന ആയുധങ്ങൾ പ്രയോഗിക്കാൻ പറ്റുള്ളൂ. എങ്ങനെ പുതിയ ആയുധങ്ങൾ മേടിക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല പുതിയ ആയുധങ്ങൾ അവർ ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ പരീക്ഷ നടത്താൻ അവർക്ക് ഓരോ സ്ഥലങ്ങൾ വേണം. അത് ബേസിക്കലി ആയുധ കച്ചവടക്കാരൻ. അമേരിക്കയുടെ ആയുധങ്ങളുണ്ട്, അത് അവർക്ക് പ്രയോഗിക്കാൻ ഏതെങ്കിലും ഒരു സ്ഥലം വേണം. ഈ ആയുധങ്ങളെ മൂർച്ച നോക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ വെസ്റ്റ് ഏഷ്യ എന്നുള്ളത്. ഇതൊക്കെ കൊണ്ടാണ് ഇസ്രായേലിൻ്റെ രാജ്യം അവിടെ സ്ഥാപിക്കുന്നതിന് സാഹിബിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നത്. അവിടെ ജിയോ പൊളിറ്റിക്കലായിട്ട് റീസൺ, ജൂതന്മാരോട് ഇവർക്കൊരു സ്നേഹമില്ല, അറിയാലോ. മലയാളത്തിലൊരു പ്രമുഖ സിനിമ തൃശ്ശൂർക്കാരൻ അങ്ങനെ മരിച്ചുപോയി. അദ്ദേഹം പണ്ട് മലയാള മനോരമയിൽ എഴുതിയിട്ടുള്ള ഒരു ഇതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അന്ന് അദ്ദേഹത്തിന് അത്ര ധാരണയില്ല. അപ്പോൾ അങ്ങനെ അമേരിക്കയെ പോലെ തൊട്ടടുത്ത വീട്ടിൽ അങ്ങനെ ജൂതന്മാരെ കണ്ടു. അപ്പോൾ യൂത പിള്ളേരെ കണ്ടു. അങ്ങേർക്ക് തോന്നി ഈ പിള്ളേർക്ക് രണ്ട് കൊടുത്താലോ, കാരണം നമ്മുടെ ആളെ പിന്നെ വധിക്കാൻ വേണ്ടിയിട്ട് കാരണക്കാരായത് യുവന്മാരാണല്ലോ. അതേ എഴുതിയതാണ് മലയാള മനോരമയിൽ. എൻ്റെ ഓർമ്മയിലുണ്ട് ഞാൻ കുട്ടികൾക്ക് വായിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടില്ല, പിന്നെ പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹത്തിന്റെ ആത്മകഥ അദ്ദേഹം മനോരമയിൽ എഴുതിയിരുന്ന കാലത്ത് ആ സമയത്ത് വളരെ കാലം മുമ്പ് ആത്മകഥ എഴുതി പ്രസിദ്ധീകരിച്ച മനോരമയിൽ. ഇദ്ദേഹം ശുദ്ധനായതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയതാണ്. ഇത് ഈ മൈൻഡ് സെറ്റ് ഉണ്ട്. ഈ മൈൻഡ് സെറ്റ് ഇല്ലാത്തത് അതിൽ കുറച്ചുകൂടി റിഫോമിസ്റ്റ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിന് മാത്രമാണ്. ഏത് വിഭാഗം ഞാനായിട്ട് എന്തിനാണ് അത് കമ്മ്യൂണിസ്റ്റ് ഉണ്ടാക്കുന്നത് ചോദിച്ചാൽ പറയാത്തത്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇത് സംഭവിക്കാൻ പോകുന്നത് ഗ്രേറ്റർ ഇസ്രായേലിലേക്കുള്ള ഒരു ഫുൾ സ്റ്റെപ്പ് ആയിരിക്കും. അത് കൂടുതൽ അപകടത്തിലേക്ക് പോകും. അതാണ് എനിക്കതിൻ്റെ പേടി. ഇപ്പം ലെബനോൺ ഇസ്രായേൽ കീഴടക്കുന്ന നല്ല പ്രശ്നം. ലെബനോൺ കീഴടക്കുമ്പോൾ ഇസ്രായേലിന് അടുത്ത താല്പര്യം സിറിയ വരും, സിറിയ വഴി ഈജിപ്റ്റ് വരും. ഇങ്ങനെ ഓരോ താല്പര്യങ്ങൾ വരുന്ന സമയത്ത് പിന്നെ മൊത്തം മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പല ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി തിരിച്ച് പൊട്ടിക്കല്ലാതെ വഴിയില്ലാന്ന് ഭൂരിപക്ഷം ഈ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ ചിന്തിച്ചു വന്നൊരവസ്ഥ. അത് ഭീകരമായ അവസ്ഥയാണ്. ഇന്നും ആണവായുധങ്ങൾ നേരിടാനുള്ള ശേഷി ലോകം കണ്ടുപിടിച്ചിട്ടില്ല. പലരും പറയുന്നതെന്ന് വെച്ചാൽ ഈ കുറച്ച് കഴിയുമ്പോൾ ഒരു 10-5 വർഷം കഴിയുമ്പോൾ ഈ ലോകം ഒരു ന്യൂക്ലിയർ വേസ്റ്റ് ലാൻഡായി മാറുന്നതാണ്. കുറേ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ വീരമുള്ള ആളുകൾ. പക്ഷേ അതിപ്പോൾ ഇന്ത്യയുടെ കയ്യിലും പാകിസ്ഥാൻ്റെ കയ്യിലും ഇവൻ നോർത്ത് കൊറിയൻ്റെ കയ്യിലുള്ളത് പോലും സേഫാണ്. പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ ഇത് മതം തലയ്ക്ക് നമ്മളെപ്പോലെ അല്ല. മതം വീട്ടിൽ വെക്കുന്ന ആളുകളല്ല ഭൂരിപക്ഷവും, മതം കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇത് വലിയ പ്രശ്നമാവത്. നമ്മൾ വിചാരിക്കാത്ത തരത്തിലേക്ക് ഈ വാർ എക്സ്കലേറ്റ് ചെയ്യാം. ഇതിൻ്റെ ഉദ്ദേശം എന്താണ് നമുക്ക് പിടികിട്ടുന്നില്ല. അതാണ് സംഭവം. ഈ യുദ്ധത്തിൽ ഇപ്പം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. ഹിസ്ബുള്ളയെ അടിച്ച് തീർക്കും എന്ന് തന്നെ നമുക്ക് കരുതാമോ? അതോ ഹിസ്ബുള്ളയെ തീർക്കാനാണ് സാധ്യത. അവിടെ ഒരാൾ മരിച്ചു, നാവികൻ മരിച്ചിട്ടുണ്ട്. ഈ നെതന്യാഹു ഭ്രാന്തനാണ്, മെഗലമാനിയൊക്കെയാണ് ഇയാൾ. ഞാനിത് പറയുന്നുണ്ട്. എനിക്ക് ഈ യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് ഞാൻ അയാളുടെ സ്പീച്ചസ് ഉണ്ട്, അയാൾ സ്റ്റുഡൻ്റ് ആയിരുന്ന സമയത്തുള്ള
പക്കാ വെനമാണ്. അയാളുടെ മുഖത്ത് മൊത്തമുള്ളത് എന്താണ് ഒരു സൈക്കോയുടെ ഭാവമാണ്. എനിക്ക് ചില സൈക്കോസിനെ അറിയാം. ആ സൈക്കോകളുടെ ലുക്കാണ് അയാളുടെ സംസാരത്തിലൊക്കെ ഉള്ളത്. അയാളൊരു അവസരം കാത്തിരിക്കുകയാണ്, ഇത് ഇവന്മാർ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇനി അടുത്ത അയാൾ ശ്രദ്ധ പിടിക്കും നോക്കിയോ.